Okay, start ചെയ്യാം. പക്ഷേ ആൾക്കാരൊക്കെ വരാനുണ്ടെന്ന് തോന്നുന്നു. സാരില്ല. Good afternoon, ma'am. Good afternoon once again. അപ്പൊ നമ്മള് ഇതൊക്കെ പഠിച്ചു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ചാപ്റ്ററിന്റെ ഏകദേശം അറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ഒക്കെ ആറായി. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ ഇന്റർവ്യൂ, സെലക്ഷൻ ഇതൊക്കെ പഠിച്ചു അല്ലെ. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് നമ്മൾ പഠിച്ചു. ഒരു 6 ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഓരോ ഇന്റർവ്യൂവിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. പാറ്റേൺഡ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ, അതായത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഒരു സ്ട്രക്ചർ തയ്യാറാക്കി വെക്കും, ഒരു പാറ്റേൺ തയ്യാറാക്കി വെക്കും. വാട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ് ടു ദ എംപ്ലോയീസ്, എന്തൊക്കെ ചോദ്യങ്ങൾ എംപ്ലോയീസിനോട് ചോദിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായ ഒരു അടുക്കും ചിട്ടയിൽ നേരത്തെ കൂട്ടി ഒരു എന്താ പറയാ ഇന്റർവ്യൂവിന് വേണ്ട ചില കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് വയ്ക്കും. അപ്പൊ അതിന്റെ രീതിയിൽ മാത്രമായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതൊരു ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർഡ് ഓർ പാറ്റേൺ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ ആണ്. അവിടെ ഒരു പാറ്റേൺ ഇല്ല, സ്ട്രക്ചർ ഇല്ല. ദാറ്റ് മീൻസ് തന്റെ മുന്നിൽ ഇരിക്കുന്ന എന്താ പറയാ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വട്ടവർ ക്വസ്റ്റ്യൻസ് അറൈസ്, അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈസിന്റെ ബേസിസിൽ എന്ത് ചെയ്യാം, ലെങ്ത് ഓഫ് ദ ഇന്റർവ്യൂ കൂടാം കുറയാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് കൊടുക്കുന്ന ആൻസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വീണ്ടും ചിലപ്പോൾ ചില ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കേണ്ടി വരും. അങ്ങനെ ചോദിച്ച് ചിലപ്പോൾ അതിന്റെ ടൈം ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂടാം കുറച്ച് കുറയാം. അങ്ങനെയുള്ളതാണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അടുത്തത് ആക്ഷൻ ഇന്റർവ്യൂ നമ്മൾ പഠിച്ചു. ഇതൊരു സെമി സ്ട്രക്ചേർഡ് നേച്ചറിലുള്ളതാണ്. കാൻഡിഡേറ്റ്സിന്റെ ഇന്റർവ്യൂവിൽ എന്താ പറയാ അവരുടെ പല ചോദ്യങ്ങളും എന്താ പറയാ കുറെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അവരുടെ ഹോം ലൈഫ്, എഡ്യൂക്കേഷണൽ പ്രീവിയസ് എക്സ്പീരിയൻസുകൾ, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഇൻട്രസ്റ്റ്, ഹോബീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത്തരം ഇന്റർവ്യൂസിനെയാണ് നമ്മൾ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് വിളിക്കാം. പിന്നെ ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ ഉണ്ട്. അത് ഗ്രൂപ്പ്സ് ആയിരിക്കും എന്ത് ചെയ്യുക ഇന്റർവ്യൂ ചെയ്യുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരുടെ ഗ്രൂപ്പ് ബിഹേവിയറിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഇന്റർവ്യൂ ആണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. അവിടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റുകൾ എന്ന് പറയുന്നത് ഒരാളുണ്ടാവുള്ളൂ. ഒരാളെ എന്ത് ചെയ്യുന്നു, കുറെ ആളുകൾ ചേർന്ന് ഒരു പാനൽ, കുറച്ച് കൂടുതൽ ഇന്റർവ്യൂവേഴ്സ് ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആള് ഒരെണ്ണമുള്ളൂ എങ്കിലും പക്ഷെ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കൂടുതൽ പേരുണ്ടായിരിക്കും. അങ്ങനെ നടത്തുന്ന ഇന്റർവ്യൂവിനെയാണ് നമ്മൾ പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് വിളിക്കുക. മറ്റൊന്ന് സ്ട്രെസ് ഇന്റർവ്യൂ. നമ്മൾ പറഞ്ഞു എന്താണ്, കുറച്ച് എന്താ പറയുക ഇന്റർവ്യൂവർ സ്വന്തമായിട്ട് എന്താ ചെയ്യുന്നു, അൺഫ്രണ്ട്ലി ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നമ്മുടെ കാൻഡിഡേറ്റിനോട് നടത്തുക. അതായത് അൺഫ്രണ്ട്ലി ആയിരിക്കും. ആപ്ലിക്കന്റിനോട് കുറെ എന്താ പറയാ മനഃപൂർവ്വം തന്നെ അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന, അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന, അല്ലെ സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചോദിച്ചത്, ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനിൽ there may be different types of situations or circumstances, അല്ലെ പല തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയും മറ്റൊക്കെ കടന്നു പോകേണ്ടതായിട്ട് എംപ്ലോയീസിന് വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം സിറ്റുവേഷൻസിൽ ഹൗ ദേ റിയാക്ട്, അവരെങ്ങനെ പ്രതികരിക്കും, അവരുടെ ടെമ്പർ ലോസ് ആയി പോകുമോ, അവർക്ക് കൺഫ്യൂഷൻസ് വരുമോ, പേടി തോന്നുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സ്ട്രെസ് ഇന്റർവ്യൂസ് നടത്തുന്നത്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് പഠിച്ചു. കൂടാതെ രണ്ട് കുഞ്ഞു ടോപ്പിക് പഠിച്ചു. പ്രൊമോഷൻ. എന്താണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു എംപ്ലോയിനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ, ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി ഫ്രം വൺ ജോബ് വിച്ച് pays more salary and also more preferred status. അതായത് ഒരു എംപ്ലോയിനെ തനിക്ക് ഉള്ള സ്റ്റേറ്റസിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന സ്റ്റേറ്റസിലേക്ക് ഉയർത്തുക, ആളുടെ സാലറി കുറച്ചുകൂടി ഉയർത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു എംപ്ലോയിനെ ഒരു ജോലിയിൽ നിന്നും കുറച്ച് മാറ്റി ഒരു ജോലിയിലേക്ക് എന്താ പറയാ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പ്രൊമോഷൻ എന്ന് വിളിക്കാം. ആൻഡ് നോർമലി ഈ ഒരു പ്രൊമോഷൻ പോളിസി ബേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു എംപ്ലോയിയുടെ
ലെങ്ത് ഓഫ് സർവീസ്, എത്ര നാളുകളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു, അതുപോലെ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ക്വാളിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ പിന്നീട് ഉണ്ടായ അദ്ദേഹത്തിന് കിട്ടിയ ക്വാളിഫിക്കേഷൻസ് ആഡ് ഓൺ ചെയ്തിട്ട് അതാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ബേസിസിലായിരിക്കാം, പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കാം. ഇതെല്ലാം നോക്കി അതിന്റെ വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൊമോഷൻസ് എന്ത് ചെയ്യുന്നത് എംപ്ലോയീസിന് കൊടുക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയ ഡിമോഷൻ. നമ്മൾ പറഞ്ഞു പ്രൊമോഷനിൽ ഒരു കാൻഡിഡേറ്റിന്റെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ എന്താണ് നിലവിലുണ്ടായിരുന്ന സ്റ്റേറ്റസിൽ നിന്ന് ഒരു ഉയർന്ന സ്റ്റേറ്റസിലേക്ക് അയാളുടെ ജോലി മാറുന്നു. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഒരു ലെവലിലുണ്ടായിരുന്ന എനിക്കിപ്പോ ജോലി കയറ്റം കിട്ടി, ഞാൻ നേരത്തെ ക്ലർക്കായിരുന്നു, ഇപ്പൊ ഞാൻ കാഷ്യറായി അല്ലെങ്കിൽ കാഷ്യർക്ക് മാനേജറായി, അങ്ങനെ മാറി. അപ്പൊ നമുക്കറിയാം സാലറി ഓൾസോ ഇൻക്രീസസ് അല്ലെ, തീർച്ചയായിട്ടും ശമ്പളത്തിലും വർധനവ് ഉണ്ടാകുന്നു. അങ്ങനെ വർധനവ് ഉണ്ടാക്കി മുകളിലേക്ക് കയറ്റിവിടുന്നതാണ് പ്രൊമോഷൻ എങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കുന്നുണ്ട് പല ഓർഗനൈസേഷൻസിലും. ബിക്കോസ് എന്താണ് കാരണങ്ങള്? ചില എംപ്ലോയീസ് ഇറസ്പോൺസിബിൾ ആവുക, അതായത് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മറന്നുകൊണ്ട് ഓർഗനൈസേഷനിൽ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാതിരിക്കുക, അതിന് എന്താ പറയാ ഒരു എന്താ പറയാ ആക്റ്റീവായിട്ടൊന്നും ചെയ്യാതിരിക്കുക. അപ്പൊ അവരെയൊക്കെ അലൈവ് ആക്കാൻ, ആക്റ്റീവ് ആക്കാൻ, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ആണ് മിക്കവാറും ഈ പറയുന്ന ഡിമോഷൻസ് പോലെയുള്ള പ്രോസസ്സുകൾ ഓർഗനൈസേഷൻസിൽ നടത്തുന്നത്. അപ്പൊ ഒരു ശിക്ഷ എന്നതുപോലെ നമ്മൾ എന്താ പറയാ ആള് മറ്റ് നല്ല രീതിയിൽ ആകുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന ശമ്പളവും ഇതൊക്കെ കൊടുത്തിട്ട് ആ എംപ്ലോയിനെ നമുക്ക് മറ്റ് നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം വേജസ് സാലറിക്ക് ഇങ്ങനെ അത് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നു, പക്ഷെ ആളുകളിൽ നിന്നും യാതൊരു രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി, ഒരു ഉത്പാദനക്ഷമതയും നമുക്ക് ഓർഗനൈസേഷനിൽ കിട്ടുന്നില്ല. സോ വൈ ഷുഡ് വി പേ സച്ച് സാലറി ആൻഡ് വേജ്? അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് സാലറിയും വേജസ് കൊടുക്കുന്നത്? അപ്പൊ ഒരു ഡിമോഷൻ, അതാണ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും, ഡ്യൂട്ടീസ് കുറവായിരിക്കും, അതോടൊപ്പം തന്നെ എന്ത് കുറയും? സാലറിയും കുറയും എന്നുള്ളതാണ് ഡിമോഷന്റെ പ്രത്യേകത. ക്ലിയർ ആയവല്ലോ? അവിടെ വരെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ ആണ്. എന്തെങ്കിലും സംശയമുണ്ടോ ഇവിടെ വരെ? ആരുമില്ല എവിടെയെങ്കിലും? ഇവിടെ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ട്രാൻസ്ഫർ ആണ്. അടുത്ത നമുക്ക് ഡിമോഷനും അല്ല പ്രൊമോഷനും ആണ്. അല്ല, എന്താണ് ഇനി? ട്രാൻസ്ഫർ ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എനിക്ക് ട്രാൻസ്ഫർ ആണ്, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആട്ടോ. അപ്പൊ ട്രാൻസ്ഫർ മേ ഒക്കർ വിതിൻ ദ ഓർഗനൈസേഷൻ ആയിട്ട് ഓൾസോ from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാകാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ അകത്ത് തന്നെയും ആകാം ട്രാൻസ്ഫർ നടത്തുന്നത്. ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്. ദാറ്റ് മീൻസ് അവിടെ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വിൽ ബി സെയിം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ or a lateral movement of an employee from one place to another. ഒരു സ്ഥലത്ത് നിന്ന് ഒരു എംപ്ലോയിയുടെ ഒരു ലാറ്ററൽ മൂവ്മെന്റ് ആണ്. ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ തിരശ്ചീനമായിട്ട്, എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് തിരിക്കിയിരിക്കുന്നു. മറ്റേ പ്രൊമോഷൻ ആണെങ്കിൽ ഇവിടെ ഇരുന്ന ആളെ എന്ത് ചെയ്തു? മുകളിലേക്ക് കയറ്റി വിടുന്നത് പ്രൊമോഷൻ. ഇവിടെ ഇരുന്ന ആളെ താഴേക്ക് വിടുന്നത് എന്താ? ഡിമോഷൻ. ഇവിടെ ഇരുന്നാളെ ഇങ്ങോട്ടേക്ക് നീക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് നീ കുറച്ചുകൂടി അവിടെ പോയി കുറച്ച് ജോലി ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ അവിടെ സാലറി ഇൻക്രിമെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. ആള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താൽക്കാലികമായി മാറ്റുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ചിലപ്പോ നമ്മുടെ തൃശ്ശൂർ ഇതേ ഓർഗനൈസേഷന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഓർഗനൈസേഷന്റെ ബ്രാഞ്ചിനെ കുറച്ചുകൂടി തൃശ്ശൂരുള്ളത് കുറച്ച് ഡെവലപ്പ് ബിസിനസ് ഒക്കെ, അപ്പൊ ആളെ അങ്ങോട്ടേക്ക് പതുക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെ തന്നെയുള്ള ഇംപ്രൂവ്മെന്റുകൾ അവിടെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അതിൽ ട്രാൻസ്ഫർ സാധാരണ നടത്തുന്നത്. അതാണ് ട്രാൻസ്ഫറിന്റെ പ്രത്യേകത. എന്താണ് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഇസ് എ ഹൊറിസോണ്ടൽ ഓർ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് സെക്ഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓർ പൊസിഷൻ. ഒരു ജോബ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പേഴ്സണെ, ഒരു എംപ്ലോയിനെ മാറ്റുന്നതാണ്. ലാറ്ററൽ മൂവ്മെന്റ് മാത്രമാണ്. ടു അനദർ സെയിം പ്ലേസിലേക്ക് ആകാം, സെയിം ഓർഗനൈസേഷനിൽ തന്നെ ആകാം, അനദർ പ്ലേസിലേക്ക് ആകാം. അവിടെ ഹിസ് സാലറി, സ്റ്റേറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വിൽ നോട്ട് ചേഞ്ച്. അതിനൊന്നും ഒരു മാറ്റവുമില്ല. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? എ ട്രാൻസ്ഫർ ഈസ് എ ഹൊറിസോണ്ടൽ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ട്രാൻസ്ഫറിന്റെ
ഇവിടെ വരെ ആർ ദ സെയിം വരെ. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് ടീമിനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശം. അപ്പൊ ഇവിടെ ഇപ്പൊ ചിലപ്പോ ഒരു ഏതെങ്കിലും ഒരു പേജില ഈ ഒരു എന്താ പറയാ എംപ്ലോയി ഉള്ളത് കൊണ്ട് അവിടെ ഭയങ്കര നല്ല സൂപ്പർ ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ അവിടെ കുറച്ച് ഡൗൺ ആയിട്ട് കിടക്കാന്ന് അവിടെത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതുപോലെ തന്നെ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ആ ടീമിൽ നിന്ന് എടുത്ത് മറ്റൊരു ടീമിലേക്ക് എടുത്തിടാം. അപ്പൊ ആ ഒരു ടീമിനെ കൂടി അവിടെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ സാറ്റിസ്ഫാക്ടറി ആക്കുക, വളരെ നല്ല രീതിയിലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ട്രാൻസ്ഫേഴ്സ് ഒക്കെ നടത്തുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വരച്ചിട്ടോ? സെന്റൻസ് വരച്ചിട്ടോ? യെസ്. നെക്സ്റ്റ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെപ്പറേഷൻസ് ആണ്. സെപ്പറേഷൻസ്. വാട്ട് യു മീൻ ബൈ സെപ്പറേഷൻ? സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സെപ്പറേഷൻസ് ഫോം ആണ്. അതായത് ഇങ്ങനെ വേർതിരിക്കുക അല്ലെ, വേർതിരിക്കുക എന്നാണ് അർത്ഥം. അതെ, വേർതിരിക്കുകയാണ്. അപ്പൊ സെപ്പറേഷൻ ഇൻ ഓർഗനൈസേഷൻ എന്താ? ഓർഗനൈസേഷനിലെ സെപ്പറേഷൻ എന്തായിരിക്കാം? ഇറ്റ് ഈസ് ദ ടെർമിനേഷൻ ഓഫ് എ സർവീസ് ഓഫ് എൻ അഗ്രിമെന്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഫോർ സം റീസൺസ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ സേവനങ്ങൾ വേർതിരിക്കലാണ്. ഒരാളുടെ ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ സേവനം വേർതിരിക്കലാണ്. ആ എംപ്ലോയിയുടെ സേവനം കുറച്ചു നാളത്തേക്കോ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ഒക്കെ വേണ്ട എന്ന് വെക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയാണ് നമ്മൾ സെപ്പറേഷൻ എന്ന് വിളിക്കുക. ഇനി സെപ്പറേഷൻസ് അപ്പോ എന്ത് പറ്റും? താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആ എംപ്ലോയിയുടെ പേര് പേറോളിൽ നിന്നും മാറ്റപ്പെടും. പേറോളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പേറോൾ എന്താ? പേറോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ലിസ്റ്റ് ആണ് വിച്ച് ഷോസ് ദ സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. ഒരു എംപ്ലോയിക്ക് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് പുറമെ മറ്റു കാര്യങ്ങൾ, ബോണസ്, HA, ഹൗസ് റെന്റ് അലവൻസ്, പിന്നെ HRA, അതുപോലെ എന്താ പറയാ PF-ലേക്കുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൂടി ഒരുമിച്ച് കാണിക്കുന്ന ആ ഒരു ലിസ്റ്റ്, അതാണ് പേറോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ പേറോളിൽ നിന്ന് താൽക്കാലികമായോ പെർമനന്റ് ആയോ എംപ്ലോയീസിന്റെ സർവീസസിനെ മാറ്റുന്നു. അപ്പൊ എംപ്ലോയി അവിടെ വർക്ക് ചെയ്തില്ല, അങ്ങനെ മാറ്റുക, നിർത്തുക എന്നുള്ളതാണ് സെപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Which are the types of separations? ഏതൊക്കെ രീതിയിലാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്? പേറോളിൽ നിന്നും എംപ്ലോയീസിന്റെ പേരുകൾ മാറ്റപ്പെടുന്നത് ഏതൊക്കെ രീതിയിലാണ്? ഒന്ന് റെസിഗ്നേഷൻ, രണ്ട് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, മൂന്ന് സസ്പെൻഷൻ ആൻഡ് നാല് ലേ ഓഫ്. 4 രീതിയിലുള്ള സെപ്പറേഷൻസ് ആണ് ഓർഗനൈസേഷൻസിൽ സാധാരണ നടക്കാറുള്ളത്. ഒന്നാമത്തേത് റെസിഗ്നേഷൻ. റിസൈൻ ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ട്. ആ ജോലി റിസൈൻ ചെയ്തു, പലരും പറഞ്ഞ് മെൻഷൻ ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും. റിസൈൻ എന്ന് പറയുന്നത് വെർബ് ഫോം ആണ്, റെസിഗ്നേഷൻ എന്ന് പറയുന്നത് അതിന്റെ നോൺ ഫോം ആണ്. ഓക്കെ, അപ്പൊ റെസിഗ്നേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ വോളണ്ടറി എന്താ പറയുക ടെർമിനേറ്റിംഗ് ദ സർവീസ്. അതായത് ഒരു എംപ്ലോയി വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വമേധയാ അദ്ദേഹത്തിന്റെ സർവീസ് വേണ്ടാൻ വയ്ക്കുന്നു. എവിടത്തെ? ഓർഗനൈസേഷന്റെ. ബിക്കോസ് ഓഫ് സം റീസൺസ്, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് തന്റെ സേവനം താൻ വേണ്ട എന്ന് വെക്കുകയാണ്. ചില ഓർഗനൈസേഷനുമായിട്ടുള്ള ആ ഒരു സർവീസ് സംബന്ധമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസിഗ്നേഷൻ എന്ന് വിളിക്കുക. അപ്പൊ റെസിഗ്നേഷൻ സ്വമേധയാണ് നടത്തുക, ആരും മുന്നിൽ തള്ളി ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നതല്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ റിസൈൻ ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ റെസിഗ്നേഷൻ വരാം? ഒന്ന്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, ഫിസിക്കൽ ഡിസബിലിറ്റി, നമ്മുടെ ശാരീരികമായിട്ടുള്ള എബിലിറ്റീസ് എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാകാം. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, എനിക്ക് ഇവിടത്തേക്കാളും കുറച്ചും കൂടി നല്ല സാലറി ഉള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റേറ്റസ് പ്രിഫർ ചെയ്യുന്ന രീതിയിലുള്ള ജോലി കിട്ടി, അങ്ങനെ പോകുന്നതാകാം. അല്ലെങ്കിൽ മാരേജ് റീസൺസുമായിട്ട് ബന്ധപ്പെട്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാം? ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ നിന്നും റിസൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റെസിഗ്നേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. സെപ്പറേഷൻസിൽ റെസിഗ്നേഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡാഷ് മേ ബി പുട്ട് ഇൻ വോളണ്ടറിലി ബൈ ദ എംപ്ലോയി ഓൺ അക്കൗണ്ട് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഡിസബിലിറ്റി, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എൽസ്വെയർ ആൻഡ് ഓൾസോ റീസൺസ് ഫോർ മാരേജ്. ഇതാണ്. അതൊക്കെ എന്തൊരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ അതെന്താണ് എന്ന് ചോദിക്കാം. അത് റെസിഗ്നേഷൻ ആണ്. ക്ലിയർ ആയോ? റെസിഗ്നേഷൻ എന്താണെന്ന് മനസ്സിലായോ? അടുത്തത് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ ആണ്. എന്താണ് ഡിസ്ചാർജ്? ഡിസ്ചാർജ് എന്ന് കേൾക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഡിസ്മിസൽ എന്ന വാക്ക് നമുക്ക് ഫെമിലിയർ ആണ്. ഡിസ്മിസൽ
അത് വളണ്ടറി ആണോ? വളണ്ടറി നടത്തുന്ന ഒരു സെപ്പറേഷൻ ആണോ? നമ്മൾ സ്വന്തമായിട്ട് സ്വമേധയാ ചെന്നിട്ട് പറയുന്നതാണോ ഡിസ്മിസൽ? അല്ല, അത് പിരിച്ചുവിടലാണ് അല്ലെ. ഡിസ്മിസൽ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ടെർമിനേഷൻ ആണ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം ദ പേറോൾ. പേറോൾ എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഒരു എംപ്ലോയിനെ എന്നേക്കുമായിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു കാലയളവിലേക്ക് എന്ന് വെച്ചാൽ എന്നേക്കുമായിട്ട് പിന്നെ ഒരു തിരിച്ചുവരവ് അങ്ങോട്ടേക്ക് ഇല്ല. അങ്ങനെ പിരിച്ചുവിടുന്നതിനെയാണ് നമ്മള് എന്ത് വിളിക്കുക, ഡിസ്മിസൽ എന്ന് വിളിക്കുക. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇറ്റ്? അങ്ങനെ വെറുതെ ഒരാൾ പിരിച്ചുവിടുമോ? എന്തെങ്കിലും കാരണമില്ലാതെ? കാരണങ്ങൾ ഉണ്ടായിട്ടില്ല. വയലേഷൻ ഓഫ് റൂൾസ്, ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് വയലേറ്റ് ചെയ്യുന്നതുകൊണ്ടാവാം, തെറ്റിക്കുന്നതുകൊണ്ടാകാം. ഓർക്കോ ഇൻസഫീഷ്യന്റ് പെർഫോമൻസ്, ആളുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് അതിന്റെ ആവശ്യത്തിന് പോയില്ല. ഒരു ചെറിയ പെർഫോമൻസ് എങ്കിലും കാഴ്ചയുണ്ട്, ഒട്ടും തന്നെ ഇല്ല. പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ വെറുതെ ജോലി കിട്ടാൻ വേണ്ടി വന്നിരുന്നിട്ട് ഇവിടെ വെറുതെ ഇരിക്കുന്നത് പോലെ തോന്നും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും വെറുതെ എന്തിനാ ഓർഗനൈസേഷൻ ആൾക്ക് ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇൻസഫീഷ്യന്റ് പെർഫോമൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വയലേഷൻ ഓഫ് റൂൾസ് കൊണ്ടോ ഒക്കെ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് ഏത് ഡിസ്മിസൽ ആൻഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് എന്താണെന്ന് പഠിച്ചു വെക്കണം. ദാറ്റ് ഇൻവോൾവ്സ് പെർമനന്റ് ടെർമിനേഷൻ ഓഫ് എംപ്ലോയീസ് from the payroll because of violation of rules or for the insufficient performance. സഫീഷ്യന്റ് അല്ലാത്ത പെർഫോമൻസും അതുപോലെ തന്നെ റൂൾസ് വയലേറ്റ് ചെയ്യുന്നതും എന്ന കാരണങ്ങളാൽ പേറോളിൽ നിന്നും എന്നേക്കുമായിട്ട് എംപ്ലോയീസിനെ പിരിച്ചുവിടുക എന്നതാണ് ഡിസ്മിസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഡിസ്മിസൽ. നെക്സ്റ്റ് വൺ സസ്പെൻഷൻ ആണ്. ഇതും കേട്ടേക്കണ വാക്ക് തന്നെയാണ് അല്ലെ. സസ്പെൻഡ് ചെയ്യാനായിട്ടല്ലേ കുട്ടികളെയൊക്കെ ചില സ്കൂളുകളിൽ നിന്നൊക്കെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്താ സസ്പെൻഷനും ഡിസ്മിസലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സസ്പെൻസ് ആൻഡ് എന്താ പറയാ ഡിസ്മിസൽ, സസ്പെൻഡ് ചെയ്യുന്നതും ഡിസ്മിസ് ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? താൽക്കാലികമായിട്ടുള്ളതാണ് ഏത് എന്ന് പറയുന്നത് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അല്ലെ, അതൊരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് വേണ്ടി മാത്രമാണ്. ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മാസത്തേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു വർഷത്തേക്ക് ആയിരിക്കാം. അത് എന്താണോ അത് എന്തിനു വേണ്ടിയിട്ടാണോ സസ്പെൻഷൻ കിട്ടിയ അതിന്റെ ആ ഒരു ആധിക്യമില്ല, അതിന്റെ ആ ഒരു ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ടായിരിക്കും എന്താണ് സസ്പെൻഷന്റെ ദൈർഘ്യം ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെർമിനേഷൻ ഫ്രം വർക്ക് ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ് ആണ്. ഒരു പ്രത്യേക കാലയളവിലേക്ക് മാത്രമാണ് സസ്പെൻഷൻ നടക്കുന്നത്. അത് ആ സമയത്ത് സസ്പെൻഷനകത്ത് നമുക്ക് പേയ്മെന്റ് ഒന്നും കിട്ടില്ല. ഇതൊരു ഡിസിപ്ലിനറി ഫോം ഓഫ് ആക്ഷൻ ആണ്. അതായത് ഓർഗനൈസേഷൻ അതിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഓർഗനൈസേഷന്റെ ഡിസിപ്ലിൻ അല്ലെ, അതിനൊരു എന്താ പറയാ ഡിസിപ്ലിൻ എന്താ മലയാളം ഒരു എല്ലാത്തിനും അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഓരോ മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിലോ എവിടേക്കിലോ എല്ലായിടത്തും നമ്മൾ പെരുമാറുന്നതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. എല്ലാം പെടും അതിനകത്ത്. ശുചിത്വം വരും, ടൈമിങ് വരും അല്ലെ, നമ്മുടെ പങ്ക്ച്വാലിറ്റി വരും, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുത്തുന്നവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള സസ്പെൻഷൻസ് ഒക്കെ കൊടുക്കുക. പക്ഷെ അതൊരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് വേണ്ടി മാത്രമാണ്. ബട്ട് ദർ വിൽ ബി നോ പേയ്മെന്റ്. അങ്ങനെ യൂഷ്വലി അതിന് പേയ്മെന്റ് കൊടുക്കുന്നില്ല. സസ്പെൻഷൻ പീരീഡിലുള്ള കാലഘട്ടത്തിൽ അവർക്ക് പേയ്മെന്റ് കിട്ടാതെയുള്ള ഒരു ഇതായിരിക്കും ഉണ്ടാകുക. അതിനെയാണ് സസ്പെൻഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? സസ്പെൻഷൻ മനസ്സിലായോ? ഓക്കെ. അടുത്തത് ലേ ഓഫ് ആണ്. ലേ ഓഫ് എന്താ? ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ടെർമിനേഷൻ ഓഫ് സർവീസ് തന്നെയാണ്. ഇത് പക്ഷേ എന്താ പറയുക, നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു ഡെഫിനറ്റ് പീരീഡ് പറഞ്ഞു, ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എംപ്ലോയീസിനെ പേറോളിൽ നിന്നും മാറ്റിയിരുന്നത്. അതേസമയം ഈ ലേ ഓഫ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡിലാണ്. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടി തീരുമാനിച്ച് പറയാൻ പറ്റില്ല എത്ര കാലത്തേക്ക് അങ്ങനെ ഒരു എന്താ പറയാ നമ്മൾ മാറ്റി നിർത്തുന്നത് ജോലിയിൽ നിന്ന് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു പീരീഡിലേക്ക് എംപ്ലോയീസിനെ പേറോളിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ ദ എംപ്ലോയർ. അതായത് എംപ്ലോയറുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല ഇത്. കാരണം ഇപ്പൊ ചിലപ്പോ നമ്മുടെ ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷനും എന്തിനാ ജോലി അവര് ഫങ്ഷൻ ചെയ്യുന്നത്? ഏത് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട അൾട്ടിമേറ്റ് ഗോൾ എന്താണ് അവരുടെ ലക്ഷ്യം? പരമാവധി ലാഭം ഉണ്ടാക്കലാണ് അല്ലെ, മാക്സിമം പ്രോഫിറ്റൈസേഷൻ ആണ് അല്ലെ. മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. ആ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? പരമാവധി ചെലവുകളും നഷ്ടങ്ങളൊക്കെ കുറയ്ക്കണം
മനസ്സിലായോ? എന്നാൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ 10 ജോലിക്കാരുണ്ട്. ഈ 10 ജോലിക്കാരെ വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു. എന്നാൽ ഇതിൽ നിന്ന് 2 പേരെടുത്ത് മാറ്റിയാലും നത്തിങ് വിൽ ഹാപ്പൻ. ഓൾ തിങ്സ് വിൽ ഗോ എന്താ പറയാ സ്മൂത്ത് ആയിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യും അല്ലെ. എങ്ങനെയാലും വേറെ പ്രശ്നമൊന്നുമില്ലാതെ നടത്താൻ പറ്റും. 2 പേരെ നമ്മൾ മാറ്റിയിട്ട് 8 പേരെ വെച്ച് ചെയ്താലും നത്തിങ് വിൽ ഹാപ്പൻ, ഒന്നും സംഭവിക്കാൻ പോണില്ല. അന്ന് വെച്ച് അപ്പൊ നമുക്ക് നോക്കാം, കാണുമ്പോൾ മനസ്സിലാക്കുന്ന എന്താ, ഈ 2 പേർക്ക് ഇവിടെ കൊടുക്കുന്നത് അധികമായിട്ടുള്ള ശമ്പളവും മറ്റു കാര്യങ്ങളാണ്. കാരണം ഈ 2 പേരെ മാറ്റി നിർത്തിയിട്ടും there is no change. അവിടുത്തെ മറ്റു കാര്യങ്ങളൊന്നും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷെ ഈ 2 പേർക്ക് വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ശമ്പളമോ കൂലിയോ എന്താണോ കൊടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന്റെ ആവശ്യം എന്താ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് അത് നമ്മുടെ എംപ്ലോയർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുടെ ഒരു ഡിസിഷന് പ്രകാരമാണ് ഇത്തരം ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പീരീഡിലേക്ക് ചില എംപ്ലോയീസിനെ പേറോളിൽ നിന്ന് മാറ്റുന്നത്. അത് ഇത്ര സമയത്തേക്കൊന്നും പറയാൻ പറ്റില്ല നേരത്തെ കൂട്ടി, അതുകൊണ്ട് മാറ്റുകയാണ്. നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിങ്ങൾ മാറ്റി നിർത്തുകയാണ്. കാരണം നിങ്ങൾക്ക് കൂടി തരാനുള്ള ജോലി അത്രയും ഇവിടെ ഇല്ല. And also it becomes a burden, financial burden to the organization. ഇത് തീർച്ചയായിട്ടും ഇത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക എന്താ പറയാ ഒരു ബേർഡൻ ആയി മാറും അല്ലെ, ഭാരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതും ലേ ഓഫ്. അതുകൊണ്ടാണ് ലേ ഓഫ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വേണ്ടാത്ത, അതായത് നമുക്ക് അവരെ മാറ്റി നിർത്തിയാലും എന്താ പറയാ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ യാതൊരു മാറ്റവും ഇല്ല എങ്കിൽ അത് നിർബന്ധമായിട്ടും എംപ്ലോയർ ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമായിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്യുന്നു, അത്തരം ആളുകളെ പേ ലിസ്റ്റിൽ നിന്നും അതായത് പേ കോഡിൽ നിന്നും മാറ്റുന്നു എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ലേ ഓഫ് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ബാക്കിയുള്ളവരെ കൊണ്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാർക്ക് സാധിക്കും. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലേ ഓഫ് എന്ന് പറയുന്ന ഒരു ടെർമിനേഷനും അവിടെ നടക്കുന്നത്. ക്ലിയർ ആയോ? മറ്റേത് തൊട്ടുമുകളിൽ പറഞ്ഞത് ലേ ഓഫ് നമ്മൾ മുൻപ് പറഞ്ഞത് സസ്പെൻഷൻ ആണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ടെർമിനേഷൻ തന്നെയാണ്, സർവീസിൽ നിന്നും ആളുകളെ മാറ്റി നിർത്താണ്. പക്ഷെ അതൊരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. അതേസമയം ലേ ഓഫ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കാണ്. അതിന് നമുക്ക് സമയമൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രത്യേകത. ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ? 4 separations നമ്മൾ പറഞ്ഞു. റെസിഗ്നേഷൻ, ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, സസ്പെൻഷൻ ആൻഡ് ലേ ഓഫ്. 4നും പ്രത്യേകതകളുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് പെട്ടെന്ന് പറ്റും സെന്റൻസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് 4ഉം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്തി റിക്രൂട്ട് ചെയ്തു, റിക്രൂട്ട്മെന്റ് ഏതൊക്കെ രീതിയിലുണ്ടെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള എന്താ പറയാ സെപ്പറേഷൻസ് അതുപോലെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. സെപ്പറേഷൻസ് എത്ര രീതിയിലുണ്ടെന്ന് പഠിച്ചു. നമ്മള് ഇവരെല്ലാം കഴിഞ്ഞപ്പോ എംപ്ലോയീസ് ആയി ജോലിക്ക് കയറിയിട്ട് വിചാരിക്കാം. ഇനി അടുത്തത് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളെ മനസ്സിലാക്കുക, പഠിക്കുക. ഒരു സീരീസ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങള് മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ള പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുക, നമ്മൾ ട്രെയിനിങ് എന്ന് വിളിക്കുക. ട്രൈ ചെയ്തേക്കണം ആ സെന്റൻസ്. ട്രെയിനിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് ഗ്രൂപ്പ്ഡ് ഓർ പ്രോഗ്രാംഡ് ബിഹേവിയർ. ഇനി ആ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ്, നോളജ്, അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ട്രെയിനിങ്ങിൽ. മനസ്സിലായോ? അതായത് ഒരു ആള് വന്നിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു, ട്രെയിൻ ചെയ്തു, ഒരു പുതിയ ജോലിക്ക് വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്തു. ആ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറഞ്ഞത് കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയും നമ്മുടെ നോളജിൽ, നമ്മുടെ അറിവില് നമ്മൾ അവിടെ സമാഹരിച്ചു വെക്കും. ആൻഡ് വി ഹാവ് ടു അവിടെ തന്നെ ഇരുന്നോട്ടെ, എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാ കാര്യവും, അങ്ങനെയാണോ? അല്ല, വി ഹാവ് ടു അപ്ലൈ ഇറ്റ്. അതെവിടെയാണോ നമ്മുടെ ജോലിയിൽ നമ്മളത് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എംപ്ലോയീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ റൂൾസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾസോ മാനേജ് ദെയർ ബിഹേവിയർ. ഒരു ഓർഗനൈസേഷന്റെ റൂൾസും അവിടുത്തെ പ്രൊസീജിയറും ഒക്കെ മനസ്സിലാക്കുക, അവരെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക. മാത്രമല്ല അവരുടെ ബിഹേവിയറിനെ അവർ തന്നെ മാനേജ് ചെയ്യണം. എന്റെ ബിഹേവിയർ ഞാൻ തന്നെ മാനേജ് ചെയ്യണം. കാരണം ഒരു നമ്മുടെ വീടുകളിലുള്ള ബിഹേവിയറും നമ്മൾ ഏതെങ്കിലും വർക്ക് സിറ്റുവേഷൻസിൽ, വർക്ക് പ്ലേസിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ട രീതിയും ഒരുപോലെയല്ല അല്ലെ. കുറെ കൺട്രോൾഡ് മാനറിലാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ചെയ്യാം. നമ്മൾ വീട്ടില് എത്ര ഫ്രീ ആയിട്ടാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, ആ ഫ്രീ
ഫ്രീഡത്തിൽ നമുക്ക് ചെന്ന് ഒരു വർക്കിംഗ് ഓർഗനൈസേഷനിൽ പെരുമാറാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമ്മൾ ഭയങ്കര കൺട്രോൾഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സൗണ്ടിലാവാം, നമ്മുടെ പെരുമാറ്റങ്ങളാകാം, മറ്റുള്ളവരോടുള്ള നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് പെരുമാറുന്ന രീതിയിൽ നമുക്കിവിടെ പെരുമാറാനൊന്നും പറ്റില്ല. അപ്പൊ എല്ലാം കൺട്രോൾഡ് ആണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി കൊടുക്കുക. ആരെ? എംപ്ലോയീസിന്. അപ്പൊ ആളുകളെ മനസ്സിലാക്കിക്കുക, അവരെ ബോധവാന്മാരാക്കുക എന്നതിനെ കുറിച്ചിട്ട്, അവരുടെ റൂൾസ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടും, ആൻഡ് ഓൾസോ ഹൗ ടു മാനേജ് ദെയർ ഓൺ ബിഹേവിയർ, അവരവരുടെ തന്നെ ബിഹേവിയറിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ട്രെയിനിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഈ എംപ്ലോയീസിനെ അവരുടെ പെർഫോമൻസ് റിഫൈൻ ചെയ്തെടുക്കാൻ, എന്ന് വെച്ചാൽ ടു പെർഫോം ദ കറന്റ് ജോബ് ഓർ മേക്ക് ദം റെഡി ഫോർ ദ ഇന്റൻഡഡ് ജോബ്. ആ ഓർഗനൈസേഷനിൽ എന്താണോ അവർ ഈ ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്ത് ജോലിയാണോ ചെയ്യിപ്പിക്കേണ്ടത്, ആ കറക്റ്റ് ആയിട്ടുള്ള ആ ജോലി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് എന്താണ് പറയാ, അവരുടെ പെർഫോമൻസിലൂടെ, അവരുടെ ട്രെയിനിങ് കിട്ടുന്ന ആൾക്കാരുടെ പെർഫോമൻസിലൂടെ നേടിയെടുക്കുക എന്നുള്ളത് ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഇനി ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് ഈസ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, കാര്യക്ഷമത, അതായത് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യുക, ഏത് ഓർഗനൈസേഷന്റെയും ഗുണനിലവാരം ഉയർത്തുക, ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു ഫുൾഫിൽ ഇറ്റ്സ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്, ഭാവിയിൽ ഉണ്ടാകാവുന്ന തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അത് ഫുൾഫിൽ ചെയ്യാനും ഓർഗനൈസേഷനെ പാകപ്പെടുത്തുക. അതും നമ്മുടെ എംപ്ലോയീസ് ട്രെയിനിങ്ങിന്റെ ഭാഗം തന്നെയാണ്. മാത്രമല്ല ടു ഇംപ്രൂവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ഒരു സംരംഭപരമായിട്ടുള്ള ഒരു നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ടു ഇംപ്രൂവ് ദ ഹെൽത്ത് ആൻഡ് ഓൾസോ സേഫ്റ്റി, ആരോഗ്യവും അതുപോലെ തന്നെ സുരക്ഷയും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യുക ഓരോ വ്യക്തിയുടെയും. ആൻഡ് ഓൾസോ ഒബ്സോൾസൻസ് പ്രിവെൻഷൻ. ഒബ്സോൾസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കാലഹരണപ്പെടൽ. കാലഹരണപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യച്യുതി സംഭവിക്കുക. ഡിപ്രീസിയേഷൻ കണ്ടോ? ഡിപ്രീസിയേഷൻ. അപ്രീസിയേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിപ്രീസിയേഷൻ. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് വില കൂട്ടി കാണുക, അല്ലെ? അതായത് ഭയങ്കര വിലമതിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. വിലമതിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം വരുമ്പോഴാണ് നമ്മൾ അതിനെ അപ്രീസിയേറ്റ് ചെയ്യുക, അല്ലെ? എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും നടത്തുമ്പോ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അവരുന്നത്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അവരെ അപ്രീസിയേഷൻ ചെയ്യും, കൈയടിച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് അത്ര മൂല്യമില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വന്നില്ല, മൂല്യച്യുതിയാണ്, മൂല്യത്തില് കുറവ് സംഭവിക്കുക. അതുപോലത്തെ തന്നെ ഒരു വേർഡാണ് ഒബ്സോൾസൻസ്. അപ്പൊ കാലഹരണപ്പെടലിനെ പ്രിവെന്റ് ചെയ്യുക. എന്ത് കാലഹരണപ്പെടലിനെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്? പ്രോപ്പർ ട്രെയിനിങ് കൊടുത്താൽ ഓർഗനൈസേഷന് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ. നല്ല റിസൾട്ട് കിട്ടിയാലാണ് ഒരു ഓർഗനൈസേഷൻ സമൂഹത്തില് പേരും നിലയും വിലയും ഉള്ളത് ആവുന്നത്. ആ പേരും വിലയും നിലയും ഒക്കെ നിലനിർത്തണം, അത് കാലഘട്ടപ്പെട്ട് പോകരുത്. അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പേര് പോകും. അത്രേ ഉള്ളൂ. അത് മനസ്സിലായ? പ്രിവെൻഷൻ ഓഫ് ഒബ്സോൾസൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ? ആൻഡ് ഓൾസോ ആഫ്റ്റർ ഓൾ ഇതിനെല്ലാം പുറമെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത്, വ്യക്തിപരമായ വളർച്ച, അതും അത്യാവശ്യമാണ്. ഏതിലൂടെ? എംപ്ലോയി ട്രെയിനിങ്ങിലൂടെ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ എംപ്ലോയി ട്രെയിനിങ്ങിന്റെ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, അപ്ഗ്രേഡ് ക്വാളിറ്റി, to help the organization to fulfill its future personal needs, improve organizational climate, improve health and safety, obsolescence prevention, and also personal growth. ആ ഒരു സെന്റൻസ് തുടങ്ങുന്നത് പ്രൈമറി പർപ്പസ് തുടങ്ങിയാണ്. അത് തുടങ്ങി അതിന്റെ താഴെ വരെയുള്ള അറ്റം വരെ, അതായത് പാരഗ്രാഫ് തീരുന്നത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയോ ബ്രാക്കറ്റ് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്തോ? യെസ്, ക്ലിയർ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്കിയേ. എംപ്ലോയി ട്രെയിനിങ് എന്ന് പറഞ്ഞ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് നോക്കിയേ. ആദ്യത്തെ സെന്റൻസും മാർക്ക് ചെയ്യാൻ പറഞ്ഞു, പിന്നെ പ്രൈമറി പർപ്പസ് തുടങ്ങിയുള്ളത് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. കുഴപ്പമില്ലല്ലോ, പോയിക്കോട്ടെ അടുത്തതിലേക്ക്.
എല്ലാരും അടുത്തത് പറഞ്ഞോട്ടെ. യെസ്, അടുത്ത നമ്മള് ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞു, എംപ്ലോയി ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞു. ആ ട്രെയിനിങ്ങിന്റെ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റെപ്സ് ആണ് ഏത്. അതായത് നമ്മുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഓടിക്കുന്നത് കൊടുക്കാൻ പറ്റുന്നതല്ല, അതിങ്ങനെ പടിയായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന പടിയായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ they have to discover or identify the training requirements. എന്തിനാണ് നമ്മൾ ആ ട്രെയിനിങ് കൊടുക്കണേ, ഏത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് കണ്ടെത്തുക. ആർക്ക് ട്രെയിനിങ് കൊടുക്കണം, എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് നടത്തി കഴിഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് നടത്തുന്നത് മനസ്സിലാക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈസ് ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാം. ട്രെയിനിങ് കൊടുക്കണം അല്ലെങ്കിൽ നൽകപ്പെടണം, അത് ആര് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ജോലിക്ക് വേണ്ടി തയ്യാറാക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് എന്ന് പറയുന്ന ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വട്ടങ്ങളൊക്കെ കൂട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത് കഴിഞ്ഞിട്ട് എന്താ തയ്യാറെടുപ്പൊക്കെ നടത്തി. നെക്സ്റ്റ് വൺ എന്താ? പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. ലേണറിനെ പ്രിപ്പയർ ആക്കുക. എന്താ ലേണർ ആരാണോ ആ ട്രെയിനിങ് കിട്ടുന്ന വ്യക്തികൾ. ഞാൻ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി എന്താ പറയാ ചെന്നേക്കാണ്, അപ്പൊ എനിക്ക് ട്രെയിനിങ് കിട്ടിയേക്കണം, അപ്പൊ ഞാനാണ് ആ ലേണർ. മനസ്സിലായോ? ട്രെയിനിങ് കിട്ടേണ്ട വ്യക്തിയാണ് ലേണർ. അപ്പൊ ആളെ ഒരുക്കുക. എങ്ങനെയാ ട്രെയിനിനെ ഒരുക്കേണ്ടത്? എങ്ങനെയാണ് ട്രെയിനിനെ എങ്ങനെയാ ട്രെയിനർ ഒരുക്കുന്നേ? അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അവരെ മാനസികമായും ശാരീരികമായും ഒരുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആ ജോലി ചെയ്യാൻ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറാകുന്ന രീതിയിൽ അവരെ ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ഒരുക്കല്, അതാണ് പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ എന്ന് പറയുന്നത്. അടുത്തത് അപ്പൊ പ്രിപ്പയറായി. ആരൊക്കെ പ്രിപ്പയറായി? ആദ്യം തന്നെ നമ്മള് എന്താണ് എന്തിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് റിക്വയർമെന്റ് അറിഞ്ഞു. അതിനുശേഷം നമ്മൾ അതിന് വേണ്ടി തയ്യാറെടുത്തു. ട്രെയിനർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് തയ്യാറെടുത്തു. അടുത്തത് നമ്മൾ ട്രെയിനിനെ ഒരുക്കി അവർക്ക് എന്തൊക്കെ ശാരീരികമായി മാനസികമായി കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിച്ചു. നെക്സ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ അറിവ് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? പ്രസന്റ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ട്രെയിനിങ്. ട്രെയിനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഏത്? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. അപ്പൊ നമ്മൾ എന്താണ് പ്രസന്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അറിഞ്ഞ് അത് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചാലേ അവരത് പഠിക്കുള്ളൂ. അത് അവര് പഠിച്ചാലേ അവർക്ക് ട്രെയിനിങ് പൂർത്തിയാവുള്ളൂ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് അവരെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അന്നേരം അത് കൊടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ടോൾഡ്. എങ്ങനെയായിരിക്കണം? നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ചിലപ്പോ കാണിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളാണെങ്കിൽ ഡെമോ പോലെ കാണിക്കേണ്ടി വരും. ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞോ അല്ലെങ്കിൽ ഉദാഹരണ സഹിതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യിപ്പിക്കുക. ആൻഡ് ഓൾസോ അതിന്റെ ഒപ്പം തന്നെ they have to be given chance to ask questions. മാത്രമല്ല അവരോട് കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. അങ്ങോട്ടേക്ക് ചോദിക്കുമ്പോൾ they have new ideas of knowledge. കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കഴിവുകളും അറിവുകളും ഉള്ള വ്യക്തിയാണ്. അപ്പൊ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഡിഫറെന്റ് ഐഡിയാസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് പിന്നെ മാത്രമല്ല എൻറ്റയർ സീരീസ് ഓഫ് ദ ജോബിന്റെ കൃത്യമായ എല്ലാ കംപ്ലീറ്റ് ബിഗിനിങ് തുടങ്ങി അവസാനം വരെ എല്ലാ കാര്യങ്ങളും ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ അവരുടെ ഓരോ പെർഫോമൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. മാത്രമല്ല അത് പ്രസന്റേഷൻ ഓഫ് നോളജ് ആണ്. നമ്മൾ നേടിയെടുത്ത അറിവ് പ്രസന്റ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ the trainer has to clearly tell, show, illustrate and also question in order to put over the new knowledge and preparations. പുതിയ അറിവുകൾ അവരിൽ നിന്ന് കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അവരെ അതിനുവേണ്ടി ഒരുക്കുക. അവർക്ക് പടങ്ങളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഡെമോ പോലെ കാണിച്ചൊക്കെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ആ പോയിന്റ്. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ?
ട്രെയിനിങ്ങിന്റെ റിക്വയർമെന്റുകൾ അത് ഡിസ്കവർ ചെയ്തു. അതിനുശേഷം അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്തതിന് ശേഷം നമ്മൾ ലേണറിനെ ഒരുക്കി. അതിനുശേഷം പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് അത് ചെയ്തു. കഴിഞ്ഞോ? ഓക്കെ അല്ലേ? അടുത്തത് പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. ഇനി അടുത്ത അവർക്ക് നമ്മളെല്ലാം കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തു. അവരെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ജോബ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഒരുക്കിയിരിക്കുന്നത് അത് എൻറ്റയർ അതുപോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. അവരെ കൊണ്ട് ഇത് കൂടി ചെയ്യിപ്പിക്കണം. മനസ്സിലായ? അതായത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലേ? ഇനി അവരോട് പറയണം ഡു ഇറ്റ് വൺ ബൈ സ്റ്റെപ്പ് സ്ലോലി, പതുക്കെ ഓരോ സ്റ്റെപ്പും നിങ്ങൾ അതൊന്ന് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരത് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണെങ്കിൽ എക്സ്പ്ലെയിൻ കൂടി നമ്മൾ അവരോട് ചെയ്യാനായിട്ട് പറയാം. എക്സ്പ്ലനേഷനോട് കൂടി വിശദീകരിച്ച് ഓരോ സ്റ്റെപ്പും ചെയ്യാനായിട്ട് പറയുക. ആൻഡ് ഇഫ് വി ഫൈൻഡ് എനി മിസ്റ്റേക്സ്, അതിന്റെ അടുത്ത് നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ തന്നെ കറക്റ്റ് ചെയ്യുക. And afterwards, കുറച്ച് കഴിയുമ്പോൾ we can see that they have become skilled and also speed, അല്ലെങ്കിൽ they have attained speed. ഒരുപാട് സ്പീഡിലും അതുപോലെ അവർക്ക് ഒരുപാട് സ്കില്ലും ഉണ്ടായി എന്ന് പിന്നീട് പോകെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ട്രെയിനിങ്, ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കുട്ടിയോട് നമ്മൾ പറയാണ് സൂചിയിലൊന്ന് നൂല് പുറത്തെ എന്ന് പറയാമെന്ന് വിചാരിക്കാം. അപ്പൊ കുട്ടികളെ സ്വാഭാവികമായിട്ട് ചെറിയ കുട്ടികളെ പിന്നെ അമ്മ പയ്യൊന്നും എനിക്കറിയാവുന്ന പാടില്ല അല്ലെ? ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ പറയാം. കാരണം അവർക്ക് ഒത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ അവര് അവരുടേതായ ചില കാര്യങ്ങൾ ചെയ്യും. അതിന്റെ സമയത്ത് നമ്മൾ പോയിട്ട് അവർ ശല്യം ചെയ്യുന്ന മോനെ ഇതൊന്നും ചെയ്തേ എന്ന് പറയാം. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചില്ല അറിയാതുകൊണ്ട് ഒന്ന് വേഗം ഒന്ന് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി അവരുടെ അടുത്ത് കൊണ്ട് ചെല്ലും. അപ്പൊ അവരുടെ ആദ്യം പറ്റില്ല എന്ന് പറയും. നമ്മൾ പിന്നെ എന്ത് ചെയ്യാം, അദ്ദേഹം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അതെന്താണ് സൂചി എന്താണെന്ന് മൂലതാണെന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. ഈ പുസ്തകത്തില് എന്തെങ്കിലും കേൾക്കാറുണ്ട്. ഈ സൂചി എങ്ങനെയുണ്ടായാലും ഈ നൂല് എങ്ങനെയാ പറഞ്ഞതൊന്നും അവർക്കൊന്നും അറിയില്ല. അപ്പൊ ഒന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക അല്ലെ? ഓരോരുത്തർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരത് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ? അവരെ കൂടി ചെയ്യിപ്പിക്കണം. നമ്മളത് കാണിച്ചു കൊടുത്തു. സോ നീ ഇന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട് അത് കാണിക്കാനായിട്ട് ആവശ്യപ്പെടുക. അപ്പൊ അതുപോലെ കാണിക്കുന്നു. അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മൾ ചെയ്യാണ്. അപ്പൊ അവനെന്ത് ചെയ്യും? പറ്റില്ല എന്ന് വീണ്ടും ഒക്കെ പറയായിരിക്കും. പക്ഷെ പറ്റില്ല, നീ ഒന്നും ചെയ്തല്ലേ, ഇന്നലെ എന്ന് ചെയ്തെന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തേക്കാൾ കുറച്ചുകൂടി സ്പീഡായിട്ട് നമുക്ക് അത് പുറത്തുണ്ടാവും. ആദ്യത്തെ പ്രാവശ്യം അവൻ ചിലപ്പോൾ ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം അതേ പ്രശ്നം അവൻ എപ്പോഴെങ്കിലും പിന്നീട് ചെയ്യുമ്പോൾ അവൻ കുറച്ചുകൂടി അതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തത് പിന്നെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോഴേക്കും അമ്മ ഇങ്ങനെ നൂല് എന്ന് പറയുമ്പോഴേക്കും അവിടെ പുറത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രമല്ല. അതുപോലെയാണ് നമ്മൾ ഓരോ ട്രെയിനിങ്ങും കൊടുത്തു കഴിയുമ്പോൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ദേ ഹാവ് ഫോളോഡ്. നമ്മൾ കൊടുത്ത ട്രെയിനിങ് ചെയ്യുന്ന അവരെന്ത് മനസ്സിലാക്കിയെന്ന് നമുക്കറിയില്ലേ? അതിനു വേണ്ടിയിട്ട് അവരോട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് ചെയ്യാൻ പറയണം. അതോടൊപ്പം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയണം. മിസ്റ്റേക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കറക്റ്റ് ചെയ്ത മിസ്റ്റേക്കുകൾ അവർ വീണ്ടും വരുത്താതെ വീണ്ടും ചെയ്യുമ്പോൾ ദേ ബിക്കം സ്കിൽഡ് ആൻഡ് ദേ അറ്റൈൻ സ്പീഡ്. സ്പീഡും അവർക്ക് കിട്ടും. അതോടൊപ്പം തന്നെ അവർക്ക് സ്കിൽഡ് ആവുകയും ചെയ്യും. ക്ലിയർ ആയ? മനസ്സിലായില്ലേ? അതാണ് ട്രെയിനിങ്ങിന്റെ അടുത്ത സ്റ്റെപ്പ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, ട്രെയിനിങ്ങിന്റെ അവസാനത്തെ സ്റ്റെപ്പ്. അപ്പൊ തീർന്നു. ഒക്കെ പഠിച്ചത് ട്രെയിനിങ് കംപ്ലീറ്റ് ആയി അല്ലെ? പക്ഷെ തീർന്നില്ല. ഈച്ച് ആൻഡ് എവറി ടേംസിൽ അല്ലെങ്കിൽ എന്താ പറയുക പീരിയഡ്സിൽ കുറച്ച് കാലയളവൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ആഴ്ചയിലോ 2 ദിവസം കൂടുമ്പോഴോ they have to be tested, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഹാവ് ടു ബി ടെസ്റ്റഡ്. അല്ലെങ്കിൽ ഇഫക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ് എഫേർട്ട്, നമ്മൾ എടുത്ത ആ ട്രെയിനിങ്ങിന് വേണ്ടി എടുത്ത എഫേർട്ടുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം. എന്ന് വെച്ചാൽ അത് അവരുടെ പെർഫോമൻസ് ചെയ്താൽ വിലയിരുത്തട്ടെ. ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ ഞാനപ്പോ വലിയ ആളായി, കാരണം ഞാൻ നല്ല ട്രെയിനറാണ്, കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ആള് നന്നായിട്ടത് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് വിലയിരുത്തുക. അത് വിലയിരുത്തണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ പ്രോഗ്രാമുകൾ നോക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ അവരുടെ പെർഫോമൻസുകൾ പരിശോധിക്കാം. ദാറ്റ്സ് ഓൾ. അതാണ് അവസാനത്തെ സ്റ്റെപ്പ്. ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാംസ് എന്നാണ്. പ്രോഗ്രാംഡ് എന്നല്ല. It is with a view to testing the effectiveness of training efforts that is undertaken. That this step ഒന്നും വേണമെന്നില്ല കേട്ടാ. അതായത് നമ്മൾ എടുത്ത ട്രെയിനിങ് എഫേർട്ടുകൾ എത്രത്തോളം ഭംഗിയായി പര്യവസാനിച്ചു എന്നറിയാനുള്ള ടെസ്റ്റിംഗ് നടത്തുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് പ്രോഗ്രാം. ക്ലിയർ ആയോ? ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സ്റ്റെപ്സ് മനസ്സിലായല്ലോ? ആദ്യം നമ്മള് ട്രെയിനിങ്ങിന്റെ ആവശ്യകത മനസ്സിലാക്കുക, അതിനുവേണ്ടി നമ്മൾ റെഡിയാകുക, ട്രെയിനിയെ കൂടി അതായത് ലേണറിനെ കൂടി റെഡിയാക്കുക. അതിനുശേഷം പ്രസന്റേഷൻ ആണ്
നമ്മൾ പ്രസന്റ് ചെയ്യുക. എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അത് പ്രസന്റ് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് കാണിച്ചു കൊടുക്കണം, ക്ലിയർ ആയിട്ട് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല അത് ഉദാഹരണ സഹിതം മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ അത് കാണിച്ചു കൊടുക്കുകയും വേണം. ഇനി അടുത്തത് പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. എന്ന് വെച്ചാൽ അവർ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യത്തിൽ എത്രത്തോളം അവരത് മനസ്സിലാക്കിയതോടെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. ചെയ്യിപ്പിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയണം. അതോടൊപ്പം തന്നെ അതിന് ശേഷം അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരാണെങ്കിൽ അതൊക്കെ തിരുത്തി കൊടുത്ത് വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കണം. ആ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ സ്കിൽ ഇൻക്രീസ് ചെയ്യും, അവരുടെ സ്പീഡും അതോടൊപ്പം തന്നെ ഇൻക്രീസ് ചെയ്യും. ലാസ്റ്റ് ഫോളോ അപ്പ് ആൻഡ് വാല്യുവേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? പോകാനോ അടുത്തേക്ക്? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. അപ്പൊ ഇനി ട്രെയിനിങ്ങിന്റെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ രീതിയിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട്? ട്രെയിനിങ് പ്രധാനമായിട്ടും 2 മെത്തേഡ്സിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2 രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ട്. ഒന്ന് ഓൺ ദ ജോബ് ട്രെയിനിങ്ങും രണ്ടാമത്തേത് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങുമാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് OJT-യും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നതും 2 രീതിയിലാണ്. അവർ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആക്കാം കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഹിയർ ദ എംപ്ലോയീസ് ആർ ട്രെയിനിങ് ഓൺ ദ ജോബ് പ്ലേസസ്. എവിടെയാണോ ജോലി ആ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി അവരെ അവിടെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യുന്നു. ജോലി സ്ഥലത്ത് തന്നെ. ഇപ്പൊ ഇവിടെ ജോലിക്ക് വരാൻ പോകുന്ന ഒരു ടീച്ചറോ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ അപ്പൊ അവരോട് അവിടെ വഴിയിൽ വന്നാൽ മതി, അവിടെ നമുക്ക് ട്രെയിനിങ് തരാൻ വഴിയിൽ അതിന് വേണ്ട ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, അതിന് വേണ്ട അവർക്ക് ഉപയോഗിക്കേണ്ട ടൂൾസ് എക്യുപ്മെന്റ്സ് മെഷീനറീസ് ഉണ്ടാവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് പറയുന്നു അതെ ഒരു ടീച്ചറുടെ ജോലിയാണ്, ടീച്ചർ ഒഴിവുണ്ട്, അപ്പൊ ഒരു ടീച്ചറെ നമ്മൾ എന്താ പറയാ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഓക്കെ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പൊ ഒരു ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ അപ്പുറത്തെ വന്നിരുന്നാൽ മതി, അങ്ങനെ ട്രെയിനിങ് ആണോ? അല്ല, ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ നമ്മൾ അതെങ്ങനെ ഇവിടുത്തെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഏത് രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ നോട്ടുകൾ പ്രസന്റ് ചെയ്യുന്ന രീതി, അല്ലെ, ഒത്തിരി കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പിടിച്ചിരുത്തി നമ്മൾ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് വർക്ക് പ്ലേസിൽ തന്നെ കൊണ്ട് നിർത്തി ആക്ച്വൽ ടൂൾസ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റുകളൊക്കെ എംപ്ലോയീസിന് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്ത് ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലെങ്കിൽ OJT എന്ന് പറയാം. മനസ്സിലായ? എന്തെങ്കിലും സംശയമുണ്ടോ? അതായത് ജോലി എവിടെയാണോ അവിടെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ആ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങള് എക്യുപ്മെന്റുകൾ ചില ഡോക്യുമെന്റുകളാകാം. ഇപ്പൊ അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ടുള്ള ജോലിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ആണെങ്കിൽ അവിടെ പല റെക്കോർഡുകളും ഡോക്യുമെന്റുകളൊക്കെ ആയിരിക്കും പരിശോധിക്കുകയും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ, അല്ലെ? അപ്പൊ അതും ഒക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം വെച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് 2 രീതിയിലുണ്ട്. ഒന്ന് JIT ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും രണ്ടാമത്തേത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ് അപ്രന്റീസ്ഷിപ്പും. അപ്രന്റീസ്ഷിപ്പ് കേട്ടിട്ടുണ്ടല്ലോ. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് കേൾക്കണ്ട? ഇപ്പൊ കേൾക്കാം. അപ്രന്റീസ്ഷിപ്പ് കേട്ടിട്ടില്ല? എല്ലാവരും തന്നെ കേൾക്കാത്തവരുണ്ടാവോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്? അപ്രന്റീസ്ഷിപ്പ് കേട്ടിട്ടില്ല? ജോബ് ഇൻസ്ട്രക്ഷൻ അപ്പൊ ഇപ്പൊ കേൾക്കാട്ടോ, പറഞ്ഞുതരാം. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു എന്താ പറയാ ഗ്രാജുവൽ ലേണിംഗ് മെത്തേഡാണ്. ഗ്രാജുവൽ ലേണിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ ക്രമാനുസൃതമായിട്ട് പഠിച്ചു പഠിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ട്രെയിനിങ് ഞാനിപ്പോ ഒരു കാര്യങ്ങൾ പറഞ്ഞോളൂ, ഒറ്റയടിക്ക് എല്ലാവരും പറഞ്ഞു കൊടുത്താൽ കേട്ടാൾക്കും എന്താണ് ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായി എന്നുള്ള രീതിയിലിരിക്കും, അല്ലെ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? കുറച്ച് കാര്യങ്ങൾ പല മനസ്സിലാക്കി കൊടുക്കും. അതൊരു സെറ്റ് ആയിരിക്കാം ചിലപ്പോ. അത് കളക്ട് ചെയ്തിട്ട് ഒറ്റ സെറ്റില് അത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. ഇതൊക്കെ തന്നെയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് ആളുകൾ അത് ചെയ്യിപ്പിച്ചൊക്കെ നോക്കി ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്തത് അതിന്റെ തന്നെ തൊട്ടടുത്ത സെക്ഷനിലേക്ക്, അടുത്ത സീരീസിലേക്ക് അല്ലെങ്കിൽ അടുത്ത രീതിയിലേക്ക് പോകണമെങ്കിൽ അത് മനസ്സിലാക്കിയതിനു ശേഷം അടുത്തതിലേക്ക് കിടക്കും. അങ്ങനെ ഗ്രാജുവൽ ആയിട്ട് ഒറ്റയടിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതല്ല. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. അതുകൊണ്ട് തന്നെ അതിന് ഇങ്ങനെയും പേരുണ്ട്, ഗ്രാജുവൽ ലേണിംഗ്, അല്ലെ? ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ് എന്നും അതിന് അതുകൊണ്ട് പേരുണ്ട്. അതാണ് ജോബ് ഇൻസ്ട്രക്ഷൻ. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് പഠിപ്പിക്കുന്നു. ഓക്കെ, അതിനെ എന്ത് വിളിക്കും? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നും. ആ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് വരുന്ന ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് JIT ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഇപ്പൊ ഈ എന്താ പറയാ പണ്ടത്തെ കാര്യങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ എന്താ പറയാ തുന്നല് തയ്യല്, അല്ലെ? തയ്ക്കാൻ പോകുമ്പേ ഓടി ഒരു സിനിമ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പഠിപ്പിക്കുമോ? അവര് എന്താ ചെയ്യിപ്പിക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അതിനേക്കാളും നല്ലൊരു ഉദാഹരണം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇല്ല കിട്ടാൻ. ആദ്യം ചിലപ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, തുണികളൊക്കെ എങ്ങനെയാണ് ഓരോ സാധനങ്ങള് തയ്ക്കാൻ വേണ്ടിയിട്ട് തുണി എങ്ങനെയൊക്കെ മടക്കും എന്നൊക്കെയാണ് പഠിപ്പിക്കുക. ഇല്ലുമ്പോ തന്നെ കട്ടിങ്ങൊന്നും പഠിപ്പിക്കില്ല, കാരണം അത് ഇട്ടിട്ട് പോയി കളയും. വേഗം കട്ടിങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റാതറിയോ, അവര് വേഗം തന്നെ അത് പഠിച്ചിട്ട് അവർ പോകുമല്ലോ അല്ലെ. അപ്പൊ ആദ്യം തന്നെ മെഷീനൊക്കെ ചവിട്ടാൻ പഠിപ്പിക്കും. അപ്പൊ തുണിയൊക്കെ വെച്ചിട്ട് ചെയ്യിക്കുമ്പോ അതൊക്കെ എങ്ങനെയാണ്, ഏത് സാധനമാണ് ആദ്യം തയ്ക്കേണ്ടത് എന്നൊക്കെ അറിയാം. ആദ്യം തന്നെ തുണിയിൽ തന്നെ അതിന്റെ 4 സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യമൊക്കെ പഠിപ്പിക്കാം. ചെല്ലുമ്പോ തന്നെ എന്തെങ്കിലും എന്താ പറയാ കുട്ടിയോ മറ്റു കാര്യങ്ങളൊന്നും എനിക്കില്ല തയ്പ്പിക്കാൻ പഠിപ്പിക്കണേ. അപ്പൊ അതിനൊക്കെ ഓരോ സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ആ കുറേശ്ശെ അതൊരു ഗ്രാജുവൽ ലേണിംഗ് ആണ്. ലാസ്റ്റ് ഏറ്റവും അറ്റത്തെടുക്കുമ്പോഴായിരിക്കും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈലർ ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് ജസ്റ്റ് ഉദാഹരണം പറയുക. അടുത്തത് എന്താ, അപ്രന്റീസ്ഷിപ്പ് ആണ്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയറിൽ നിന്ന് എന്തെങ്കിലും ഒരു ജോലി പഠിച്ചെടുക്കുക. എന്തെങ്കിലും ഒരു ജോലി പഠിച്ചെടുക്കുന്നതാണ് ഒരു സ്കിൽഡ് എംപ്ലോയറിൽ നിന്നാണ്. നല്ല രീതിയിലുള്ള കഴിവുള്ള ഒരു ജോലിക്കാരിൽ നിന്ന് ആ ജോലി നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരിതാണ് അല്ലേ. എന്തെന്ന് പറയുന്നത് അപ്രന്റീസ്ഷിപ്പ്. ആ അപ്രന്റീസ്ഷിപ്പിന്റെ പ്രത്യേകത ഒരു ലോ വേജസ് അവർക്ക് ആ ഒരു ഡ്യൂറേഷനിൽ കൊടുക്കും. ആ പഠിക്കാൻ വരുന്ന സമയത്ത് അവർക്ക് ചെറിയ തുക കൂലിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അപ്രന്റീസ്ഷിപ്സ് ആയിട്ട് ജോലിക്ക് പോകുന്ന ഒരു സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പഴയ സിനിമയിലൊക്കെ അല്ലെ. ഇപ്പൊ പണ്ടത്തെ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, എങ്ങനെയായിരുന്നു, അതായത് കുട്ടികളൊക്കെ പഠിച്ച് ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഡിഗ്രിക്കൊക്കെ പോകണമെങ്കിൽ ചിലപ്പോൾ ചിലർക്കൊന്നും അത്ര സാമ്പത്തികമായിട്ടുള്ള ഇതുണ്ടാവില്ല. ഇന്നൊക്കെ ഒരുപാട് ഗവൺമെന്റ് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ അങ്ങനെയല്ല. അപ്പൊ പഠിക്കാനായിട്ട് അടുത്ത ചാൻസിലേക്ക് അല്ലെങ്കിൽ എന്ത് അടുത്തത് എന്ന് ചിന്തിച്ചൊക്കെ നിൽക്കുമ്പോൾ ചില ആൾക്കാർ കുട്ടികളെ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ നിർത്തുക, അല്ലെങ്കിൽ ഇതുപോലെ തയ്യൽ പഠിപ്പിക്കാൻ ചേർക്കുക. അങ്ങനെയൊക്കെ ഈ വർക്ക്ഷോപ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കരിത്തൊഴിൽ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ എന്ത് ചെയ്യും, അവരത് അവിടെ നിർത്തി അവരുടെ കീഴിൽ നിന്ന് ആ ഒരു സാധനം പഠിച്ചെടുക്കുകയും ചെയ്യും. ആ വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് കൂലിയായിട്ട് കുറച്ച് ചെറിയ തുക, മറ്റവർക്ക് കൊടുക്കുന്ന വലിയ ജോലിക്കാർക്ക് കൊടുക്കുന്ന തുകയൊന്നും കിട്ടില്ല. അപ്പൊ അതിനേക്കാൾ കമ്പാരിറ്റീവ്ലി വളരെ ലോ വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്താ ഗുണം, ചെറിയൊരു തുകയും കിട്ടും, ഒരു പുതിയൊരു ജോലി നമ്മള് പഠിച്ചെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. ചെറിയ തുകയ്ക്ക് ഒരു എംപ്ലോയറുടെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയറുടെ കീഴിൽ എന്തെങ്കിലും ഒരു ജോലി പഠിച്ചെടുക്കുക, അതിനെയാണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് വിളിക്കുക. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് അത് രണ്ടുമാണ് വരിക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓഫ് ദ ജോബ് മെത്തേഡ് ആണ്. ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറയില്ല, ഓൺ ദ ജോബിന്റെ പ്രത്യേകത എന്താ, എവിടെയാണോ ജോബിന്റെ പ്ലേസ്, വർക്കിന്റെ പ്ലേസ് എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് ട്രെയിനീസിന് അങ്ങനത്തെ എക്യുപ്മെന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. എങ്കിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് അങ്ങനെയല്ല, അവിടെ റിയൽ വർക്ക് പ്ലേസിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നില്ല. ശരിക്കും ജോലി എവിടെയാണ്, ജോലി സ്ഥലത്ത് കൊണ്ടുപോകുന്നില്ല, പക്ഷെ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് അവർക്ക് ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. യഥാർത്ഥ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാതെ ചിലപ്പോ ഈ പറയുന്ന കുറച്ച് കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഉപയോഗിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും കൂടി കൊണ്ടുപോയി കഴിയുമ്പോൾ ആ വർക്ക് പ്ലേസിൽ അവിടെ നിന്നും തിരിയാനും സ്ഥലം ഉണ്ടാവൂല. എംപ്ലോയീസിനെ തട്ടിയിട്ട് അവിടെ തന്നെ ഇല്ല സ്ഥലം. അപ്പൊ ഈ പറയുന്ന ആൾക്കാരെ ട്രെയിനിങ്ങിന് വേണ്ടി കൂടെ ചെയ്യുമ്പോഴോ അവിടെ അതിനുള്ള സൗകര്യങ്ങളും മറ്റും ഇല്ലാത്തത് കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. മനസ്സിലായോ? ഉദാഹരണത്തിന് ഇപ്പൊ കുടുംബശ്രീ വഴിയൊക്കെ പല സ്ഥാപനങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ചെയ്യാനായിട്ട്. പണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു ഒരു കാലത്തിലൊക്കെ. പിന്നെ കുട നിർമ്മാണം പഠിപ്പിക്കണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് അറിയിരിക്കുന്നത് അബാക്കസ് ലേണിംഗ് ആണ്. അബാക്കസ് കുട്ടികളെ അബാക്കസ് പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് യോഗ്യരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ ഒക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ആ ടൂൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ അത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു 20 പേരെ അടങ്ങുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ പറഞ്ഞില്ല. അപ്പൊ നമ്മളെ അവരത് പഠിപ്പിച്ചതിന് ശേഷം നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും നമ്മളെല്ലാവരും കൂടി വിളിച്ചു കൂട്ടുക. അപ്പൊ അങ്ങനെ ജോലി സ്ഥലത്തല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിൽ നമ്മുടെ ആക്ച്വൽ വർക്ക് ഫ്ലോറിലല്ലാതെ എംപ്ലോയീസിനെ വിളിച്ചെത്തിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലെക്ചർ എന്ന് പറഞ്ഞാൽ ലെക്ചർ അത് കേട്ടിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ കുറെ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ലെക്ചർ പോലെ ആളുകൾ ആർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് അവര് എന്താ പറയാ സംസാരിച്ച്
ആളുകൾക്ക് ആ സംസാരത്തിലൂടെ മാത്രം ചിലപ്പോൾ കൊടുത്താൽ മതിയായിരിക്കാം ട്രെയിനിങ്, അങ്ങനെയുള്ളത് ഉണ്ട്. പിന്നെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉണ്ട്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ഹോൾവേയില്, വെസ്റ്റിബ്യൂൾ മീൻസ് ഒരു ഹോൾവേ ആണ്, വലിയ ഹാളിലൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിർത്തിയിട്ട് അവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ, അതായത് ഈ കറക്റ്റ് ആയിട്ടുള്ള അത്തരം ടൂൾസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അതിനെ പോലെ തന്നെ തോന്നുന്നു ഐഡന്റിക്കൽ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച്. ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനൊക്കെ ആണെങ്കിൽ അതിന്റെ യഥാർത്ഥ ഉപകരണം ഉപയോഗിക്കില്ല, അതിന്റെ സിമിലർ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഡെമോ പോലെയൊക്കെ കാണിച്ച് എന്ത് ചെയ്യുന്നു, വർക്ക് പ്ലേസിലല്ലാതെ വേറെ സ്ഥലത്ത് ഹോളിലൊക്കെ വിളിച്ചെത്തിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് മനസ്സിലായോ? അടുത്തത് കോൺഫറൻസ് പോലെ നടത്തി, എന്താ പറയാ, ഇരുത്തിയിട്ട്, അതായത് ഒരു കോൺഫറൻസ് ഹാൾ അറിയാലോ, ഇങ്ങനെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ആളുകളെ ഇരുത്തിയിട്ട് അങ്ങനെയും ഡിസ്കസ് ചെയ്ത, എന്താ പറയാ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആയിട്ട്. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ ആൾക്കാർക്ക് എന്താ പ്രത്യേകത, അവർക്കും ഇങ്ങോട്ടേക്കും നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ ട്രെയിനിങ്ങിൽ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങൾക്ക് ഇടയിൽ ചോദിച്ച് മനസ്സിലാക്കി ആ ട്രെയിനിങ്ങിന്റെ ആ പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇവിടെ നടത്താം. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. സ്വന്തമായിട്ട് പഠിച്ച് എടുത്ത് എന്ത് ചെയ്തു, അത് നമ്മൾ ചെയ്ത് പഠിക്കുന്നു. ചെയ്ത് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചെയ്ത് പഠിച്ച് ഓക്കെ ആയി കഴിഞ്ഞാൽ ട്രെയിനിങ് പൂർത്തിയാവുള്ളൂ. മനസ്സിലാകും. നമ്മളുടെ എന്താ പറയാ, ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കൈകളിൽ വെച്ചിട്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ റോൾ പ്ലേയിങ് ഉണ്ട്. അത് വേറൊരു രീതിയാണ് ഏത് ഓഫ് ദ ജോബില്. അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇപ്പൊ CPR കൊടുക്കുന്ന ഒരു കാര്യം, കുറച്ച് ആളുകൾ നിന്നിട്ട് ഒരാൾ പെട്ടെന്ന് തല എന്താ പറയാ കുഴഞ്ഞു വീഴുകയാണെന്ന് വിചാരിക്കുക. കുഴഞ്ഞു വീഴുമ്പോൾ വാട്ട് ഷുഡ് ബി ഡു, നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് അവർ തന്നെ അപ്പൊ തന്നെ അതൊരു ഡെമോ കാണിച്ചു കൊടുക്കുന്ന, CPR കൊടുക്കുന്ന രീതിയൊക്കെ. ഓക്കെ, ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ആ വ്യക്തിക്ക് ആ ഒരു അന്നേരം അത് എന്താ പറയാ തലകറങ്ങി വീണ് അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുക എന്നുള്ളത് ശരിക്കും ഉണ്ടായതല്ല, ഒന്ന് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് നമ്മൾ അഭിനയിക്കുകയാണ്, റോൾ പ്ലേയിങ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേർഡ് അവർ ഉപയോഗിച്ചിരുന്നത്, റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി അവർക്ക് തലകറങ്ങിയോ കുഴഞ്ഞോ വീണതല്ല, പക്ഷെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി നമുക്ക് ട്രെയിനിങ് തരുന്നതിന്റെ ഭാഗമായി അതൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഡെമോ പോലെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നു, പ്രിറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലുള്ള നമുക്ക് അങ്ങനെ ഒരു കുഴഞ്ഞു വീഴലും ഉണ്ടാകുന്നില്ല. ക്ലിയർ ആയോ? അത് തന്നെ ഈ ഫോഴ്സിന്റെ ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട് സ്കൂളുകളിലെ. പിള്ളേരൊക്കെ ഓടിച്ച് എന്താ ചെയ്യണ്ടേ, അവർക്ക് കൊടുക്കുന്ന ചില ട്രെയിനിങ് ഒക്കെ ഇല്ലേ, അതിന് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായാൽ വാട്സ്ആപ്പ് ചെയ്തു. കുട്ടികളൊക്കെ സ്കൂളുകളിൽ ഒരുമിച്ചിരിക്കുന്നവരല്ലേ, പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായ ഇവർക്ക് എങ്ങനെയാണ് ഇവര് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ് ഒക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ സിറ്റുവേഷൻ അങ്ങനെയാണ്. നമ്മൾ വീഡിയോസ് ഒക്കെ അങ്ങനത്തെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആളുകൾ അങ്ങനത്തെ അവയർനെസ് കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാക്കിയിടുന്നുണ്ട്. നമ്മൾ എപ്പോഴും അലർട്ട് ആയിരിക്കണം. കാരണം ഇന്ന് നമ്മള് ജീവിക്കുന്ന ചുറ്റുപാടുകൾ അങ്ങനെയാണ്. എപ്പോഴും നമുക്ക് ഒരു സെക്യൂരിറ്റിയും ഇല്ല അല്ലെ, ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇല്ല. സ്വയം നമ്മൾ സംരക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം എന്നുള്ളതാണ്. വാഹനം ഓടിക്കുമ്പോഴായിക്കോട്ടെ, എവിടെയെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴായിക്കോട്ടെ, എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കേണ്ടതും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും അലർട്ട് ആയിട്ടിരിക്കണം അല്ലെ. അപ്പൊ എന്ത് വരും, അടുത്തത് പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഡിവൈസിനെ ഗൈഡ് ആക്കിക്കൊണ്ട് എന്താ പറയാ ചില സ്റ്റെപ്സ് ഒക്കെ സീരീസ് പോലെ നമ്മൾ ഇതിനെ മനസ്സിലാക്കി സെറ്റ് ഓഫ് ഓപ്പറേഷൻസ്, ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ഡിവൈസിന്റെ സഹായത്തോടെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ, അത് ഗൈഡ് ആക്കി അതിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ഓരോ ട്രെയിനിങ് കിട്ടുന്നതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. അടുത്തത് T ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ T ട്രെയിനിങ് എന്ന് വിളിക്കും. T ഗ്രൂപ്പ് ട്രെയിനിങ് അല്ലെങ്കിൽ T ഗ്രൂപ്പ് ട്രെയിനിങ് എന്നാണ് ഇത് വിളിക്കുക. ഇങ്ങനെയുള്ള ലേണിംഗ് എന്ന് പറയുന്നത് എന്താ, ഇതും എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളായിട്ട് 8-14 അംഗങ്ങളൊക്കെ ഉള്ള സ്മാൾ ഗ്രൂപ്പ്സ് ആയിട്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് ഇരിക്കുന്നു.
എന്നിട്ട് ഇവർക്ക് എന്താ പറയാ സ്വന്തമായിട്ട് ഇവർ തന്നെ സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് എന്താ പറയാ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയും ഓരോരുത്തരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തും അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്തും അവരുടെ റിയാക്ഷൻസ് മനസ്സിലാക്കി അവരുടെ പെർസെപ്ഷൻസ് ഓരോരുത്തരുടെയും ധാരണകളും ബിഹേവിയറും ഒക്കെ മനസ്സിലാക്കി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു ട്രെയിനിങ് ആണ്. ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ആ ട്രെയിനിങ് ഉണ്ടാക്കുക. അങ്ങനെ എന്താ പറയാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഉപയോഗിച്ച് ചെയ്യേണ്ട ചില ജോലികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ആ ഗ്രൂപ്പിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഗ്രൂപ്പ് തന്നെ തീരുമാനിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം ട്രെയിനിങ് എടുക്കുക. അപ്പൊ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ടി ഗ്രൂപ്പ് എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് ഇത്തരം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോ ഒരാൾ അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, മറ്റുള്ളവർക്ക് അതെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് മനസ്സിലാക്കി അവരുടെ എക്സ്പീരിയൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അത്തരം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ പേരുകൾ എന്തായാലും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് ഓഫ് ദ ജോബ് മെത്തേഡുകള്? അപ്പൊ ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, കേസ് സ്റ്റഡീസ്, റോൾ പ്ലേയിങ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്. ഇതൊക്കെയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ എന്ന് പറയുന്നത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് JIT-യും അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പുമാണ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ പെർഫോമൻസ് അപ്രൈസൽ ആണ്. അടുത്ത ഒരു ഭാഗം കൂടി വേഗം ഒന്നവർ പറഞ്ഞേക്കാം. പെർഫോമൻസ് അപ്രൈസൽ എന്താ? അതൊക്കെ നേരത്തെ പറഞ്ഞു തന്നിട്ട്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്തുക, അത്രേ ഉള്ളൂ. ഓരോ ജോലിക്കാരും എത്രത്തോളം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കുക. ആ വിലയിരുത്തുന്ന സമയത്ത് നമ്മുടെ ജോബിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഇവർ തരുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തുക. അതാണ് ഇവിടെ എന്താണ് ആവശ്യം, അത് കിട്ടണ്ടോ അത് വിലയിരുത്തുക. കിട്ടാത്ത ജോലിക്കാരുണ്ടോ നോക്കുക, പരിശോധിക്കുക. എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് അവരിൽ നിന്ന് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ. അതാണ് ജോബ് അപ്രൈസൽ അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കാം. പെർഫോമൻസ് അപ്രൈസൽ is the process of estimating an employee's performance of a job in terms of its requirements എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഒരു ജോബിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടോ എന്ന് നോക്കി ഒരു എംപ്ലോയിയുടെ പെർഫോമൻസിനെ എസ്റ്റിമേറ്റ് ചെയ്യുക, വിലയിരുത്തുക എന്നുള്ളതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നതിന്റെ അർത്ഥം. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ പെർഫോമൻസ് അപ്രൈസല് പ്രോസസ് നടത്തണേ? അത് പ്രധാനമായിട്ടും താഴെ പറയുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ എസ്റ്റാബ്ലിഷ് എ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇത്ര പെർഫോമൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 50% ഈ ആളിൽ നിന്ന് ഞാൻ ഒരു 90% അല്ലെങ്കിൽ 100% ഞാൻ ഇയാളിൽ നിന്ന് ഇയാളുടെ ഒരു പെർഫോമൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എംപ്ലോയർ നേരത്തെ തന്നെ ആ ഒരു പെർഫോമൻസിന്റെ ഒരു ലെവൽ നേരത്തെ കൂട്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിനുശേഷം ആ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? നമ്മുടെ എംപ്ലോയീസിനോട് പറയാം, ഞാൻ ഇത്ര ഇപ്പൊ ചില ജോലിക്കൊക്കെ ഇത്ര ടാർഗറ്റ് എന്നുണ്ട് ഇല്ലേ? ടാർഗറ്റ് നേടി കൊടുക്കണമെന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ഇപ്പൊ ബാങ്കിലൊക്കെ ഇപ്പൊ ഒത്തിരി അങ്ങനത്തെ നടക്കുന്നുണ്ട്. ബാങ്കിലൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ജോലികളൊക്കെ ഓഫർ ചെയ്യുന്നത്. നമ്മൾ ഇത്ര ആളുകളെ കസ്റ്റമേഴ്സിന് നമ്മൾ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സ് ആയിട്ടൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഒരു ജോലി പൊസിഷനിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓഫറൊക്കെ ഉണ്ട് ബാങ്കുകളിലൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ മറ്റേത് പല മേഖലകളിലും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങനെ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ ഒരു 100 പേരെ അല്ലെങ്കിൽ 50 പേരെ എത്തുന്നുണ്ടോ അത് അറിയിക്കാതെ എംപ്ലോയീസിനോട് നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു 50 പേരെ നമുക്ക് കൊണ്ടുവരും, ഒരു 50 കസ്റ്റമേഴ്സിനെ എനിക്ക് നമ്മളുടെ ബാങ്കിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഇന്ന ഓർഗനൈസേഷനിലേക്ക് നിങ്ങൾ പിടിച്ചു തരും എന്നാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ കാര്യം എംപ്ലോയീസിനെ അറിയിക്കാം. അതിനുശേഷം നമ്മൾ അവരുടെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ റിയൽ പെർഫോമൻസ് എത്രയുണ്ടെന്ന് നോക്കുക. 50 100 നമ്മളെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ്. പക്ഷെ നമ്മള് റിയൽ പെർഫോമൻസ് നോക്കി. പക്ഷെ നോക്കി കഴിഞ്ഞപ്പോ ചിലർ 50 എത്തിയിട്ടുണ്ടാകും, ചിലർ 40 എത്തിയിട്ടുണ്ടാവുള്ളൂ, ചിലര് 100 കഴിഞ്ഞ് പോയിട്ടുണ്ടാകും അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പൊ അതൊക്കെ നോക്കി കമ്പയർ ചെയ്ത് നോക്കുക. നോക്കി കഴിഞ്ഞതിന് ശേഷം ആക്ച്വലും നോക്കി സ്റ്റാൻഡേർഡും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ആക്ച്വലി നമ്മൾ കിട്ടിയത് ചിലർക്ക് 40, ചിലർ 50, ചിലർ 90, ചിലർ 100 എബോവ് പോയിട്ടുണ്ട്.
നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് ചിലപ്പോ 100-ലായിരിക്കാം, 100-ന്റെ ഉണ്ട്. അപ്പൊ അത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്തതിനു ശേഷം ഡിസ്കസ് ദ അപ്രൈസൽ വിത്ത് ദ എംപ്ലോയീസ്. ഈ പറയുന്ന അപ്രൈസല് നമ്മൾ എന്ത് ചെയ്യാ, ഡിസ്കസ് ചെയ്യുക. ആരുമായിട്ട്? എംപ്ലോയീസുമായിട്ട്. നിങ്ങൾക്ക് ഇത്രയാണ് സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്തത്, പക്ഷെ നീ എന്ത് ചെയ്തു, സ്റ്റാൻഡേർഡിന്റെ അത്ര എത്തിയിട്ടില്ല. എത്താത്തവരോട് അങ്ങനെ പറയാം. അപ്പൊ നീ ഒന്നുകൂടി വർക്ക് ചെയ്യാനുണ്ട്, നിങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടി മുകളിലേക്ക് കൊണ്ടുവരാനും എന്നുള്ള കാര്യമൊക്കെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേസമയം സ്റ്റാൻഡേർഡിന്റെ അക്കൗണ്ടിൽ പോയി വെക്കണവരോ, വെൽഡാണ് അല്ലെ, പെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കുകയെങ്കിൽ യു ക്യാൻ ഡു ദ ബെസ്റ്റ്, ഇനിയും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെ, അനുമോദിക്കാം. അതും മറ്റൊരു രീതിയാണ്. ഇനി അതിനുശേഷം എന്താണ്, പോരായ്മകൾ വന്നവർക്ക് കറക്റ്റീവ് മെഷേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാം. എന്താണ് പോരായ്മകൾ വന്നവരുടെ പോരായ്മകളെ ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻ എടുക്കാം. ഇതാണ് എന്തെന്ന് വിളിക്കുക, പെർഫോമൻസ് അപ്രൈസലിന് ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എംപ്ലോയീസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യണം. ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യണം. അതിനുശേഷം അപ്രൈസൽ എംപ്ലോയിനോട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അപ്രൈസൽ ഡിസ്കസ് ചെയ്യാം. വേണമെങ്കിൽ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാം. ഓക്കെ, അപ്പൊ ദിസ് മച്ച് ഇവിടെ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കാം. ഇവിടെ വരെ സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? നോട്ട് പറഞ്ഞതൊക്കെ